ഇപ്പം തന്നെ വയസ്സ് 50 മോക്ക് കല്യാണം കഴിഞ്ഞു, മോന് ജോലിയും ആയി. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. അതെ, ഞാനും ഒരു മനുഷ്യയാണ്, എനിക്കും ജീവിതത്തിൽ സന്തോഷിക്കണം. പക്ഷേ ഈ പ്രായത്തിൽ അതാണ് എന്റെ കൺസേൺ. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അത് പറ. നാട്ടുകാരെന്ത് പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടാവും. അവർ ചെലവിന് തന്നിട്ടില്ലല്ലോ ഞാൻ ജീവിക്കണത്. അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല. എന്നാ എന്റെ ഇഷ്ടം പോലെ ഞാൻ ഉണ്ടാവും. ഞാൻ വിളിക്കാവേ. എന്താ അമ്മ? നാളെ നീ ഇവിടെ കാണുമോ? നാളെ ഞാൻ തിരക്കാം, പക്ഷെ ഫ്രീയാ. നാളെ ചാന്ദിനി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ രാവിലെ വരും, നീയും കാണണം. അതെന്തിനി? അതൊക്കെ ഉണ്ട്. നാളെ ഇവിടെ ഉണ്ടാവണേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിപ്പോൾ അങ്ങ് പറഞ്ഞാൽ പോരെ? അവളും കൂടി വന്നിട്ട് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ഉണ്ടാവണം. എന്നോട് നിൽക്കണം എന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്തോന്നും കാര്യം പറയാനുള്ളത്? എന്തോ കാര്യമുണ്ട്. എന്നുള്ളത് എന്തായിരിക്കും അച്ഛാ? തലയ്ക്ക് ഓളാണെങ്കിൽ പറ, വല്ല ഡോക്ടറെയും കൊണ്ട് കാണിക്കാം. അവള് വേൾഡ് ടൂർ പോകാൻ പോണെന്ന്. അമ്മ, ഈ വേൾഡ് ടൂർ എന്നൊക്കെ പറയണതേ ഇവിടെ നാട്ടുകാല് പോയി വരുന്ന പോലെ അല്ല. ഇതിനൊക്കെ എത്ര സമയം വേണമെന്ന് വല്ല ധാരണയുണ്ടാ? ഒരാഴ്ചത്തെ ലീവ് കിട്ടൂലല്ലോ അമ്മയ്ക്ക്. പിന്നെയാണ് അതിനെ ഞാൻ VRS അപ്ലൈ ചെയ്ത്. ആരെടുത്ത് ചോദിച്ചിട്ട്? എന്റെ ജോലി റിസൈൻ ചെയ്യാൻ ഞാൻ ആരെടുത്ത് ചോദിക്കണം? ഇവിടെ നിന്റെ ഭർത്താവായിട്ട് ഞാൻ എടുത്തോണ്ട്, അപ്പൊ എന്റെ അടുത്ത് ചോദിക്കണ്ടേ? നിങ്ങൾക്കെല്ലാം ഇത് കളിയായിരിക്കും, പക്ഷെ ഞാൻ സീരിയസ് ആണ്. ഞാൻ ടൂർ പോണ്. നീ കുറെ പോയത് തന്നെ, ഈ മുറ്റത്ത് നീ വെളി ഇറങ്ങില്ല. പിന്നെയല്ലേ വേൾഡ് ടൂർ. ഞാനേ നിങ്ങളുടെ അനുവാദം ചോദിക്കാൻ വന്നതല്ല. ആളുടെ അനുവാദം എനിക്ക് വേണ്ടേ താനും. ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കട്ടെ. നിന്റെ കരുത്തിൽ ഞാൻ കെട്ടിയ ഒരു താലിയുണ്ട്, അത് ഉള്ളിടത്തോളം കാലം ഞാൻ പറയും നീ കേൾക്കും. ഇത്രയും കാലം അങ്ങനെ നടന്നത്, ഇനിയും അങ്ങനെ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം. അപ്പൊ ആരും എന്നെ ഭരിക്കാൻ വരൂല്ലല്ലോ. ഒന്ന് നിർത്തോ രണ്ടുപേരും? പറഞ്ഞത് എങ്ങോട്ട് പോണ? അമ്മങ്ങി വന്നേ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. എടി മോളെ, നിന്നെ പ്രസവിച്ചത് ഞാനാണ്. നിന്റെ അടുത്ത് വേല ഇറക്കല്ലേ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കണ്ട അവൾ അഹങ്കാരം കണ്ട. അച്ഛൻ ഒന്ന് അടങ്ങ്. അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു, അച്ഛനത് സമ്മതിച്ചില്ല. അമ്മയ്ക്ക് അതിന്റെ ദേഷ്യമാണ്. ഒന്ന് തണുക്കട്ട്, വെയിറ്റ്. നമുക്ക് ഡൈവേഴ്സ് വേണമെന്ന് ഇപ്പൊ കൊടുക്കാൻ ഞാൻ. അച്ഛൻ ഇത് സീരിയസ് ആക്കി എടുത്തോ? ഇന്നലെ രാത്രിയും കൂടെ ഞാൻ വഴക്കുണ്ടാക്കിയപ്പോ ചേട്ടനോട് പറഞ്ഞോളൂ ഡിവോഴ്സ് വേണമെന്ന്. ഇത് ചുമ്മാ വരട്ട്. വരട്ടല്ല, അമ്മ സീരിയസ് ആയിട്ടാണ്. ഡിവോഴ്സ് ഫയലിലെ പേപ്പർ കൊണ്ട് അച്ഛനെ കൈ കൊടുത്തേക്കണം. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനെ ഞാൻ എന്തോന്ന് പറയാൻ? ഫ്രണ്ട്സിലെ ചേരാമനെ പോലെ ഉള്ള കിളിയും പോയി അവിടെ ഇരിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്, നീ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. എന്താന്ന് വഴി? ഉണ്ടടാ. അമ്മേ, ഞാനും ഉണ്ടമ്മേ. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു ടൂറ് പോണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ, ഞങ്ങൾക്ക് മനസ്സിലാവും ജോലിയുടെ സ്ട്രെസ് കാരണം അമ്മ നല്ല റിട്ടയർഡാ. പോവമ്മ, അമ്മയ്ക്ക് വേണ്ട ഒരു റിലാക്സേഷനൊക്കെ. അമ്മയ്ക്ക് അച്ഛൻ്റെ ഗുണം അറിയാലോ. ശംഖുമുഖത്ത് പോലും കൊണ്ടുപോകാത്ത ആളാണ്. അങ്ങനെ ഒരാൾ വേൾഡ് ടൂറിന് വിടത്തില്ല. ചേച്ചി, കാര്യം നമ്മുടെ അച്ഛനാണെങ്കിലും ചില സമയത്ത് പുള്ളിയുടെ സ്വഭാവം കാണുമ്പോഴല്ലോ. എടാ, അച്ഛനായിട്ട് ഇനി മാറത്തില്ല, അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. പക്ഷെ മുതിർന്ന മക്കളെന്ന നിലയിൽ നമ്മൾ വേണം അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ. ചേച്ചി, ഞാൻ എന്തിനും റെഡിയാണ്. അമ്മേ, നാളെ രാവിലെ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വരും. നീ ആ വണ്ടി എടുക്കണം. നമ്മൾ അമ്മയും കൂട്ടി നേരെ ഊട്ടി, അവിടുന്ന് കൊടൈക്കനാൽ വഴി മൂന്നാർക്ക് ഇറങ്ങി ചുറ്റി അടിച്ച് വരുന്നു. ഓക്കെ? സെറ്റ്. ഇത്രേ ഉള്ളൂ പ്രശ്നം. അതിനാണ് അമ്മ വെറുതെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു.
കഴിഞ്ഞോ? എന്ത് കഴിഞ്ഞമ്മ? സൂചിപ്പിച്ചത് കഴിഞ്ഞോന്ന്. അമ്മ സത്യമായിട്ട് നാളെ നമ്മൾ ടൂർ പോകും. പോ, നിന്റെ മാപ്പിളയും വിളിച്ചോണ്ട് പോ. പിന്നെ ആ ചെവരുടെ പിറകെ ഇരുന്ന് ഒളിച്ച് കേട്ടോണ്ടിരിക്കണ്ടേ, അങ്ങേരെയും കൂടെ വിളിച്ചോണ്ട് പോണേ. അമ്മ, ഇതിപ്പോ എന്റെ അവന്റെ മനസ്സമാധാനാ പോയത്. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, ഇനി കുറച്ച് നിങ്ങളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ചേട്ടന്റെ വീട്ടില് ടൂർ വിടാത്തന്നെ ഡിവോഴ്സ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അയ്യേ. എന്ത് കുയ്യേന്ന്? ഞാനേ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ നാറ്റിച്ചടങ്ങും അല്ലേ? ഇപ്പൊ അത് അച്ഛനും തുടങ്ങിയിട്ടുണ്ട്. എന്തുവാടാ കാര്യം പറ. എൻ്റെ അടുത്ത് പറഞ്ഞ് മാട്രിമോണി ആപ്പ് ഡൗൺലോഡ് ചെയ്യിച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയാന്ന്. ഇപ്പൊ പറയാം അച്ഛന് വേണ്ടിയാന്ന്. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ. മാണ്ട, എണീക്ക് മനുഷ്യ, എന്താടി എണീക്കാൻ. ഇവക്കെന്ത് വട്ടായ? ദാ, ഈ ഫോട്ടോ മാട്രിമോണിയിൽ കൊടുത്താൽ മതി. അവന്റെ ഒരു കോപ്പിൽ ഐഡിയ എടുത്തോണ്ട് പോടാ. മഞ്ചിന്റെ ഉള്ള വിലയും കൂടെ കളഞ്ഞു വിളിച്ചപ്പോ സമാനമല്ലേ? ഒരു കാര്യം ഉറപ്പ്, അവൾ ഈ ടൂർ പോകാൻ വേണ്ടി മാത്രമല്ല ഈ ഡൈവേഴ്സ് കളിക്കുന്നത്, വേറെ എന്തോ ഉണ്ട്. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? അച്ഛാ, എന്ന് വെച്ചാ അമ്മ അറിയാതെ അമ്മയെ ഫോളോ ചെയ്ത് സത്യം കണ്ടുപിടിക്കണം. അത് ഞങ്ങൾ ഏറ്റു. അമ്മ ഏതോ ട്രാവൽ ഏജൻസിന്നേ ടൂർ പാക്കേജ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നീ ഇങ്ങനെ അറിഞ്ഞു? അമ്മ ഫോണിൽ സംസാരിക്കണത് നല്ല അന്തസ്സായിട്ട് ഞാൻ ഒളിഞ്ഞു കിട്ടും. അല്ലടാ, ആരോടായിരിക്കും അമ്മ സംസാരിച്ചിട്ടുണ്ടാവുക? അവിടെ ആയിരിക്കും. തപ്പം വല്ലതും കിട്ടിയാ? എടാ, നീ ആ താഴെയൊക്കെ ഒന്ന് നോക്ക്. ഇവിടെ മൊത്തം തുണി മാത്രമേ ഉള്ളൂ. പുല്ല്. ഡാ, എന്താ നോക്കട്ടെ. യൂറോപ്പ്, UK, ഓസ്ട്രേലിയ. അമ്മ അപ്പ രണ്ടും കൽപ്പിച്ചാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്താ വഴി? ഒരു വളഞ്ഞ വഴിയുണ്ട്. എന്നിട്ട് നമുക്കവിടെ നേരിട്ട് പോയി അന്വേഷിച്ചാലോ? എടാ, നോക്കി നിൽക്കാതെ ഇതൊക്കെ പെറുക്കി വെക്കടാ. മാം, നമ്മുടെ ഓസ്ട്രിയൻ ക്ലയൻറ്റിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അവരെ ഡ്രോപ്പ് ചെയ്യാനുള്ള ടാക്സി ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആര്യ, നമ്മുടെ ISR നിന്ന് UK പോയ ക്ലയൻസ് ഉണ്ടല്ലോ, അവർക്കൊരു ക്രൂസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവോ? ഓക്കെ. ഞാൻ മോനെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കി ചേർത്തേ. ശരി. മോനെ നമുക്ക് പോവാം. ഹലോ, ഗുഡ് ഈവനിങ്. ഹൗ കാൻ ഐ ഹെൽപ്പ് യു? വിസ വിസ. ആ, ഓക്കെ. ആര്യ, ഒന്ന് വിസ അസിസ്റ്റൻസ് ചെയ്ത് കൊടുക്കണേ. ഓക്കെ. താങ്ക് യു. മാഡം ഒരു മിനിറ്റ്. പറയുന്ന UK-യിലുള്ള എൻ്റെ ചേച്ചി പ്രസവിച്ചു. പെട്ടെന്ന് വീട്ടിലെ പട്ടിയും പ്രസവിച്ചു. അപ്പോൾ എല്ലാം കൂടി ചേട്ടനെ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയ്ക്കൊരു വിസ വേണം. അതിനെന്താ അറേഞ്ച് ചെയ്യാമല്ലോ. ഗ്ലോബലി എല്ലാ കൺട്രീസിലോട്ടും ഞങ്ങൾ വിസ സർവീസ് നൽകുന്നുണ്ട്. അമ്മയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ മതി. മാത്രമല്ല എനിക്ക് കല്യാണമൊക്കെ നോക്കി തുടങ്ങി. അപ്പോൾ നല്ല ഹണിമൂൺ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? സാറ് പ്രിഫർ ചെയ്യുന്ന കൺട്രി മാത്രം പറഞ്ഞാൽ മതി. ലോകത്ത് എവിടെയാണെങ്കിലും ഞങ്ങൾ പക്ക ബഡ്ജറ്റിൽ ട്രാവൽ കസ്റ്റമൈസ് ചെയ്ത് ഒരു ടെൻഷൻ ഇല്ലാതെ സാറിന് അവിടെ എത്തിക്കും. അതായത് സാറ് ടൂർ പോകാനുള്ള ബാഗ് മാത്രം പാക്ക് ചെയ്താൽ മതി. വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നോട്ട് ഫ്ലൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രാവൽ, ഫോറക്സ് സർവീസ്, എയർപോർട്ട് സർവീസ്, ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനെ എല്ലാം ഡ്രീം വോയേജർ നോക്കിക്കോളും.
ഈ പുള്ളിക്കാരി അറിയാവോ? ഇത് ഞങ്ങളുടെ ആൻറ്റിയാണ്. പുള്ളിക്കാരി പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നേ. പുള്ളിക്കാരി ബുക്ക് ചെയ്ത ടൂർ പാക്കേജ് ഞങ്ങൾക്കും പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ജയന്തി ആൻറ്റി അല്ലേ? പുള്ളിക്കാരൻ നെക്സ്റ്റ് മന്തിന് വേണ്ടി ഒരു സിംഗപ്പൂർ മലേഷ്യ ഗ്രൂപ്പ് പാക്കേജാണ് ബുക്ക് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഇയറിൽ ഒരു യൂറോപ്പ് ആൻഡ് സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ പാക്കേജ് നോക്കുന്നുണ്ട്. പുള്ളിക്കാർ തന്നെയാണോ ബുക്ക് ചെയ്തത്? ബുക്ക് ചെയ്തത് വൺ മിസ്റ്റർ ഹരിയാണ്. ആൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങളുടെ ലോയൽ കസ്റ്റമറാണ്. ഓക്കെ ഓക്കെ. എനിക്ക് മഞ്ഞ് കാണാനാണ് ഇഷ്ടം. ഏതായാലും സീസൺ ടൈമിൽ പ്ലാൻ ചെയ്തത് നന്നായി. ഏയ്, ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടില്ല. എനിക്ക് സാരി മതി. ഹരിയായിരിക്കും ഇത്. ആയിരിക്കുമെന്നല്ല, അങ്ങേര് തന്നെ. എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ ചിരിച്ചു കളിച്ച് അച്ഛനോട് സംസാരിക്കണം നീ കേട്ടിട്ടുണ്ടോ? എടാ, അച്ഛനോട് പോയി പറയണ്ടേ? മറ്റേക്ക് ഒന്ന് ചത്തുകൂടി പാവം. പിന്നെ ഇത് കണ്ടില്ല നോക്കണം. നമുക്ക് നോക്കാം ഇതെവിടം വരെ പോകും. അച്ഛാ, എന്തൊക്കെയായിരുന്നു രണ്ടുപേരും? ഇപ്പൊ അങ്ങ് മലത്തി കിടന്നു പോയതല്ലേ? നിന്നെ കൂടൊന്നും പറ്റൂലെന്ന് എനിക്ക് എന്നാട്ട് അറിയാം. അച്ഛാ, ഈ കാര്യത്തിൽ അമ്മ ഇത്രയും ടഫായിരിക്കും ഞങ്ങൾ വിചാരിച്ചോ? അച്ഛാ, അത് മാത്രമല്ല, അടുത്തൊരു അടിപൊളി ഇന്റലിജന്റ് പ്ലാൻ. നിന്റെ ഒരു പ്ലാൻ, നിന്റെയൊക്കെ സേവനം മതി. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ അത് ചെയ്തിട്ടുമുണ്ട്. എന്റെ അടുത്താണ് അവൾ വിളച്ചെടുക്കുന്നത്. അവൾ മുട്ടുമുടക്കി എന്റെ അടുത്ത് വരും. നീയൊക്കെ കണ്ടോ? ഞാൻ വായിച്ചോണ്ടിരിക്കുകയല്ലേ. കളിക്കാതെ ഇങ്ങോട്ട് തരാനാണ് പറഞ്ഞത്. എന്തോ നമ്മ കിടന്ന് ബഹളം വെക്കണത് എന്താച്ചാ? നിങ്ങൾ അറിയാതെ അത് എങ്ങും പോവില്ല. തരാനാണ് പറഞ്ഞത്. അത് എന്ന് പറഞ്ഞ എന്തോന്ന്? കളിക്കാതെ പാസ്പോർട്ട് ഇടറാ. പാസ്പോർട്ടാ? ശരി, തരണ്ട. എടുത്തവർ തന്നെ എൻ്റെ കൈ കൊണ്ട് തരും. 5 ദിവസം അതിനുള്ളിൽ എൻ്റെ കൈ വന്നില്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. കാണാം. കാണാം. അമ്മ, അച്ഛാ, അമ്മ ഇത് അങ്ങോട്ട് പോണു? എൻ്റെ അച്ഛൻ തന്ന ഒരു വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകണം. പിന്നെ പാസ്പോർട്ട് അവിടെ കൊണ്ട് തരണം. അത് ആരെടുത്താലും. നിന്ന് ചലക്കാണ്ട് പോവാൻ പറയടാ. അച്ഛാ, അമ്മ. എന്തുവാണത്? എനിക്ക് കഴിക്കാൻ പൊറോട്ടയും ചിക്കനും, അച്ഛന് കഴിക്കാൻ ദോശയും ചമ്മന്തി. എനിക്ക് ദോശയും ചമ്മന്തി ഒന്നും വേണ്ട. കുഴപ്പമില്ല, അത് ഞാൻ കഴിച്ചോളാം. അല്ല, അപ്പൊ അച്ഛനെന്ത് കഴിക്കും? അല്ല, ഞാൻ രാത്രി കഞ്ഞിയെ കുടിക്കാറുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഈ രാത്രി ഇപ്പൊ എവിടെ നിന്ന് കഞ്ഞി ഒപ്പിക്കുക അച്ഛാ? എന്നാ എനിക്കൊന്നും വേണ്ട. രാവിലെ അത്, ഉച്ചയ്ക്ക് മറ്റേത്, രാത്രി മറിച്ചത്. എനിക്ക് വയ്യ. ലുങ്കി പോലും തേച്ചു കൊടുക്കണം. എന്നെ എവിടെയിട്ട് വറുത്ത് പൊരിക്കണ്. നീ ഒന്ന് ഇങ്ങോട്ട് വാടി ചേച്ചി. എടാ, വരണോന്നുണ്ട്. പക്ഷെ ചേട്ടന്റെ അമ്മയ്ക്ക് ഇവിടെ ഒട്ടും വയ്യടാ. ഇവിടെ ആരും ഇല്ല ഏപ്പിക്ക്. ഓ, നീ അവിടെ ഇരുന്ന് തേക്കുവാണല്ലേ? എടി, ചതിച്ചോ? പക്ഷെ സ്വന്തം ചോര ചതിക്കരുത്. എടാ, എന്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലേ. ഇപ്പൊ ഓഫോ. ഇവിടെയാണെങ്കിൽ കറണ്ടും ഇല്ല. വെച്ചിട്ട് പൊടി. ഇങ്ങനെയുള്ള തുണിയാണ് ഞാൻ കഴുകി കൊണ്ടുവരാം. സാറിനെ ഒരു ചായ ചോദിച്ചിട്ട് മണിക്കൂർ രണ്ടായി. നീ ഇവിടെ എന്തെടുക്കണ്ട? അമ്മ പോയി കഴിഞ്ഞപ്പോഴാ ശരിക്കും അച്ഛൻ അമ്മയുടെ വില മനസ്സിലായത്. അതേ അമ്മ, ഞാൻ നേരിട്ട് കണ്ടതാണ്. അച്ഛന് അമ്മയില്ലാതെ പറ്റൂല. ഞങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ
അമ്മയുടെ തീരുമാനം എങ്ങനെയെങ്കിലും മാറ്റാനായിരുന്നു. ഇത് പക്ഷെ അങ്ങനല്ല അമ്മ. 2 ദിവസമായി കഴിച്ചിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛന് വല്ല അസുഖവും പിടിക്കും. അമ്മ, അച്ഛൻ തന്നെയാണ് പാസ്പോർട്ട് മാറ്റി വെച്ചത്. അത് അറിഞ്ഞത് ഞങ്ങളത് കൊണ്ടുവന്ന് തന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്ന പറഞ്ഞതാ. അത് കേട്ടതും അച്ഛൻ ഒറ്റ കരച്ചിൽ. അച്ഛന് തന്നെ അമ്മയുടെ കയ്യിലത് കൊണ്ടുതന്ന് സോറി പറയണം. കാറിലിരിപ്പുണ്ട്, അമ്മ പറഞ്ഞാൽ മാത്രം അകത്തേക്ക് വരുള്ളൂ. അച്ഛനെ പോയി വിളിച്ചോണ്ടോ? ഡി സോറി, ഞാൻ അപ്പുറത്തെ ദേശത്തിൽ അറിയാതെ ചെയ്തു പോയതാ. നീ ഇല്ല എനിക്ക് പറ്റൂല. ഡൈവേഴ്സ് ഒന്നും വേണ്ട. ഞാൻ നിന്റെ ആഗ്രഹത്തിന് സമ്മതിച്ചു, നീ ടൂർ വയ്ക്കോ. പക്ഷെ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഇപ്പൊ വീട്ടിലോട്ട് പോവാം. പാസ്പോർട്ട് തന്നില്ലേ? സോറിയും പറഞ്ഞില്ലേ? ഇനി നിങ്ങളെല്ലാവരും പൊയ്ക്കോ. അപ്പൊ അമ്മ? എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. ടൂർ പോവാൻ അച്ഛൻ സമ്മതം തന്നില്ല അമ്മ. ഇതാ, എനിക്ക് വയസ്സ് 52. ഇനി ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അമ്മ കമ്മ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഞാൻ അപ്പോഴേ പറഞ്ഞ് ഇവിടുത്തെ സോറി ഒന്നും പറയാൻ എനിക്ക് പറ്റില്ലെന്ന്. ഇപ്പൊ അവളെ മുമ്പ് എന്നെ കൊച്ചാക്കിയപ്പോ സമാനായ അവന്റെയൊക്കെ ഒരു ഐഡിയ. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും താഴൂല എന്ന് എനിക്കറിയാം. ഇല്ലടി, എനിക്കിപ്പോ സൗകര്യമില്ല. വയസ്സാം കാലത്ത് നാട്ടുകാർ ചിരിക്കും. അല്ലെങ്കിൽ നീ ചോദിച്ചു തന്നെ ഡൈവേഴ്സ് ഒപ്പിട്ട് തന്നെ. നീ ഇനി അങ്ങോട്ട് വരണ്ട. വാടാ. എടാ, പൈസ കൊടുത്തൊരു വേലക്കാരി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ വരണമെങ്കിൽ വാ. അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷമായല്ലോ. ഇനി ആരുടെ കൂടെ വേണമെങ്കിലും ടൂർ പോകാൻ, ജീവിക്കാം. അച്ഛനെ ഒഴിവാക്കിയല്ലോ അല്ലേ? അമ്മ നോക്കണ്ട. ആരായി ഹരി? ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച്. ഇത്രയും കാലം അച്ഛന് വിഷമമുണ്ടെന്ന് വെച്ചിട്ട് അറിയിക്കാതിരുന്നേ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ആരാടി ഹരി? എടി ആരാന്ന്? വേറെ ആരറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഇത് അറിയണം. ഇതാ, ഈ ഫയലിലുണ്ട് ഹരി ആരാണെന്ന്. ഹരിയെ എൻ്റെ വക്കീല. പിന്നെ ടൂർ പോണത് ഞാൻ അങ്ങേരുടെ ഒപ്പം തന്നെയാ. പക്ഷേ അങ്ങേരുടെ കൂടെ അങ്ങേരുടെ ഭാര്യയും കോളേജിൽ പഠിക്കുന്ന 2 പെൺമക്കളും ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് അറിഞ്ഞില്ലേ? എൻ്റെ ഫ്രണ്ട് ഷീലയുടെ ഭർത്താവാണ് ഈ ഹരി. അവള് വിളിച്ചിട്ടാണ് ഞാൻ ഈ ടൂർ പോണത്. ഞാൻ അറിയാത്ത 7 ഫ്രണ്ട് ഷീല. അതിന് നിങ്ങൾക്ക് എൻ്റെ എന്തൊക്കെ കാര്യം അറിയാം? അത് പോട്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലേ ഇതൊക്കെയാണ് ഇപ്പൊ വലിയ കാര്യം. 10-30 കൊല്ലം കൂടെ ജീവിച്ചിട്ട് ഇതുപോലെ അറിഞ്ഞില്ലെങ്കിലാണ് കഷ്ടം. നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു ചുക്കും അറിഞ്ഞൂടാ, അറിയാൻ താല്പര്യവുമില്ല. കല്യാണ പ്രായമായപ്പോ ഒരു പെണ്ണിനെയും കിട്ടി, 2 പിള്ളേരെയും കൊടുത്ത് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു. അപ്പൊ ഇത്രയും കാലം കുടുംബം നോക്കിയ വഴിയെ പോയവരാണ്. പൈസ കൊണ്ട് തന്ന എല്ലാം കഴിഞ്ഞ. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം അരമണിക്കൂർ എൻ്റെ കൂടെ സംസാരിച്ചായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങളുടെ ലോകം. ഞാനോ നിങ്ങളെയും നോക്കി നിങ്ങളുടെ പിള്ളേരെയും വീട് നോക്കി ഇരിക്കുന്ന ഒരു മാനേജർ. അത്രയേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ഡൈവേഴ്സ് ഇടുന്നത്. എല്ലാ ജോലിക്കും ഒരു അവസാനം ഉണ്ടല്ലോ. ഞാൻ മാനേജർ പണി നിർത്തി. അമ്മ, എന്റെ അവിടെ ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ ഡിവോഴ്സിന് പോയി കഴിഞ്ഞാൽ ശരിയാവോ? എന്നാലേ നീ ഇപ്പോഴേ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ചെയ്യാത്തോണ്ട് എൻ്റെ 10-30 കൊല്ലം പോയി. ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. ഞാൻ ഡൈവേഴ്സ് ഇട്ടപ്പോഴേ നിങ്ങൾ പുറത്തല്ല പോയി അന്വേഷിക്കേണ്ടത്, വീട്ടിലാണ്. കാരണം അവിടെയാണ് പ്രശ്നം. പക്ഷെ നിങ്ങൾ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് നിങ്ങൾക്കതൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാ വീട്ടിലും അമ്മമാരും ഇങ്ങനെയാണ്. നിങ്ങൾക്കത് നോർമലായിരിക്കും. പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതേ മാസാമാസം ചെലവിന് തന്ന് ഞങ്ങളെ ഭരിക്കുന്ന ബോസിനെ അല്ല, മറിച്ച് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കൂട്ടിനെയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ കൂടെ വേൾഡ് ടൂർ വരാമെന്ന്. ഇന്ന് വരയ്ക്കായിട്ട് തൊട്ടടുത്തുള്ള ഈ കോവളം ബീച്ചിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടാ.
നല്ല പ്രായത്തിൽ കിട്ടാത്ത ഒന്നും ഇനി എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ തിരിച്ചു വിളിച്ചില്ലേ? നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. മറിച്ച് ഈ പ്രായത്തിൽ ഡൈവേഴ്സ് ചെയ്താൽ നാട്ടുകാർ ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പോൾ അവർ ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് വേണ്ടതേ ഭാര്യയല്ല, ഒരു ജോലിക്കാരിയാണ്. ഇനി പറ, ഞാൻ ഡൈവേഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന്. പത്തുമുപ്പതുകൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടും സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്നാൽ ഭർത്താവ് പറയുന്നത് 100% അനുസരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവും കൂടാതെ നോക്കി മക്കളെയും കുടുംബത്തെയും നല്ലപോലെ നോക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പോഴും ഈ പറയുന്ന ഭാര്യമാർക്കൊരു ജീവിതം ഉണ്ടെന്നും അവർക്ക് ഈ പറയുന്ന സന്തോഷമൊക്കെ വേണമെന്നും പലരും ചിന്തിക്കാറ് പോലുമില്ല. ഒരു ജീവിതകാലം മൊത്തം ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അത് കഴിഞ്ഞ പേരക്കുട്ടികൾക്ക് വേണ്ടിയും ജീവിച്ചു തീർക്കുന്ന ഒരുപാട് അമ്മമാരെ നമുക്ക് ചുറ്റും കാണാം. ഇവരൊക്കെ ഇനിയെങ്കിലും സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ജീവിക്കണമെന്നൊരു തീരുമാനമെടുത്താൽ പല വീടുകളിലും പണിയെടുക്കാൻ അമ്മമാരുണ്ടാകും. ഈ ചിത്രത്തിലൂടെ എല്ലാ അമ്മമാരും നാളെ തന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഈ ഭർത്താക്കന്മാരും മക്കളും ഇനിയെങ്കിലും ഈ അമ്മമാരുടെ സന്തോഷത്തിന് വേണ്ടി കൂടി ജീവിക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന Dream Voyager Travels, a compass to your travel destination.